TKM 60+ ആഭിമുഖ്യത്തിൽ ഓണ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മയുമായി ഈ വിധത്തിൽ സഹകരിക്കാൻ കഴിയുന്നതിൽ എനിക്കുള്ള അനൽപമായ സന്തോഷം തുടക്കത്തിൽ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഴുവൻ സുഹൃത്തുക്കൾക്കും ഞാൻ സ്നേഹപൂർണമായ സൗഹൃദപൂർണമായ ഓണാശംസകൾ നേരുന്നു. ഇതോടനുബന്ധിച്ച് ഹാർമണി ഓണം ഫാമിലി ബുള്ളറ്റിൻ എന്ന ഒരു പ്രസിദ്ധീകരണം പ്രകാശിതമാവുക കൂടിയാണ്. ഈ കൂട്ടായ്മയിലുള്ള വ്യക്തികളുടെ സർഗസിദ്ധികൾ കൊണ്ട് പ്രകാശപൂർണമായ ഉള്ളടക്കത്തോടു കൂടിയതാണ് ഈ ഹാർമണി ബുള്ളറ്റിൻ എന്ന് എനിക്കറിയാം. ചില ഭാവ തരംഗങ്ങൾ പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള രചനകൾ കൊണ്ട് സമൃദ്ധമാണ് ഈ ബുള്ളറ്റിൻ. ഇത് പ്രകാശനം ചെയ്തതായി അറിയിക്കുകയുമാണ് ഞാൻ. വളരെ അഭിമാനത്തോടു കൂടിയാണ് TKM കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളോട് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ അഭിജാതമായ കലാലയങ്ങളുടെ നിരയിൽ സ്ഥാനമുള്ള പ്രമുഖമായ ഒരു പ്രൊഫഷണൽ വിദ്യാകേന്ദ്രമാണ് TKM എന്ന് നമുക്കറിയാം. ആ കോളേജിൽ പഠിച്ചിറങ്ങിയ നിരവധിയായ പ്രമുഖ വ്യക്തികളുണ്ട്, പ്രതിഭാശാലികളുണ്ട്. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ സാമൂഹികമായ, സാമ്പത്തികമായ, സാംസ്കാരികമായ മണ്ഡലങ്ങളിലൊക്കെ ദീപ്ത വ്യക്തിത്വങ്ങളായി വളർന്നു വന്നിട്ടുണ്ട് എന്നും നമ്മുടെ നാടിൻ്റെ സർവ്വതോന്മുഖമായ സമുത്കർഷത്തിന് വേണ്ടി അർപ്പിത മനസ്സോടുകൂടി പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് എന്നും അത് നമ്മുടെ സംസ്കാരത്തിന് വിലപ്പെട്ട ഈടുവയ്പായിട്ടുണ്ട് എന്നും എനിക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ അനൽപമായ ആഹ്ലാദത്തോടും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഓണ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഓണം കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായും നമ്മുടെ മനസ്സുകളുടെ ഒരുമയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓണം നമുക്ക് ഒരു വലിയ സന്ദേശം പകർന്നു തരുന്നുണ്ട്. അത് അതിജീവനത്തിൻ്റേതായ സന്ദേശമാണ്. അതിജീവനത്തിൻ്റെ പ്രത്യാശയുടെ ഒരു പ്രകാശ കിരണം അതിൽ നിന്ന് നമുക്ക് തൊട്ടെടുക്കാനാവുന്നു. ഇത്തരം ശുഭവിശ്വാസപരമായ ചില പ്രത്യാശകളാണ് നമ്മെ എല്ലാ വൈഷമ്യങ്ങളെയും അതിജീവിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏത് കരിങ്കർക്കടകത്തിനും അപ്പുറത്ത് ഒരു പൊൻചിങ്ങമുണ്ട് എന്ന്, ആ പൊൻചിങ്ങ പുലരിയിൽ ഒരു തിരുവോണ കതിരൊളിയുണ്ട് എന്ന് ഓണം നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെയുള്ള ഒരു ഓണം നമ്മെ വരവേൽക്കാനുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ്, ബോധ്യം കൊണ്ടാണ് പഞ്ഞക്കർക്കടകത്തിൻ്റെ ദുരിത ദിനങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയുന്നത്. ഇത് ഏതെങ്കിലും ഒരു വിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. യാതനാനുഭവത്തിൻ്റെ, സഹനാനുഭവത്തിൻ്റെ, പീഡാനുഭവത്തിൻ്റെ ദുഃഖവെള്ളികൾക്കൊക്കെ അപ്പുറത്ത് ഉയിർപ്പിൻ്റേതായ ഒരു ഞായറുണ്ട് എന്ന് മറ്റൊരു വിശ്വാസ പ്രമാണം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഉയിർപ്പിൻ്റെ, പ്രത്യാശയുടെ ഒരു പ്രകാശം നമ്മെ എതിരേൽക്കാനായി ഉണ്ട് ഭാവിയിൽ എന്ന വിശ്വാസമാണ് ഈ ദുഃഖവെള്ളികളുടെ, ജീവിതത്തിൻ്റെ ദുഃഖവെള്ളികളുടെ യാതനകളെ, സഹനങ്ങളെ, പീഡനങ്ങളെയൊക്കെ മറികടക്കാൻ നമുക്ക് വലിയ കരുത്താകുന്നത്. അതുപോലെ ഏത് മരുഭൂമിയിലൂടെയുള്ള കഠിന യാത്രയ്ക്കും അപ്പുറത്ത് നമുക്ക് ചെന്ന് കയറാൻ ഒരു പച്ചപ്പിൻ്റേതായ, ഒരു കുളിരരുവിയുടേതായ, ഒരു കുളിരുറവയുടേതായ സാന്ത്വനമുണ്ട് എന്ന് ഇനിയും ഒരു വിശ്വാസം നമുക്ക് പറഞ്ഞു തരുന്നു. ഇതുപോലെയുള്ള ചില വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ ദുർബലപ്പെട്ടു പോകുമ്പോൾ, ഏതാണ്ട് സ്ഫടിക സമാനമായ ഒന്നാണ് നമ്മുടെ മനസ്സ്. എപ്പോൾ വേണമെങ്കിലും അത് വീണുടഞ്ഞ് തകർന്ന് ചിതറിപ്പോകാം. അങ്ങനെയുള്ള ഒരു മനസ്സിനെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട കെൽപ്പ് തരുന്നത് ഇതുപോലെയുള്ള ചില വിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയൊന്നുമില്ല. ഇത്തരം വിശ്വാസങ്ങൾ കൈപിടിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ പ്രതിസന്ധികളെ, സന്നിഗ്ധതകളെ, വൈഷമ്യങ്ങളെ, ദുഃഖാനുഭവങ്ങളെ ഒക്കെ കടന്ന് വീണ്ടും വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന വലിയ ഒരു പ്രചോദന ശക്തികളിലൊന്നാണ് തിരുവോണം എന്ന് നമുക്കറിയാം. ആ ഓണസങ്കല്പവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. സമഭാവനയുടേതായ, സമൃദ്ധിയുടേതായ, ഐശ്വര്യത്തിൻ്റേതായ ഒരു കാലം പണ്ടെന്നോ ഉണ്ടായിരുന്നു എന്ന് ആ
മിത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു, കള്ളത്തരങ്ങൾ ഏതുമില്ലാത്തൊരു കാലമുണ്ടായിരുന്നു, ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും വേർതിരിവുകൾക്കതീതമായ ഭേദചിന്തകൾക്കതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ നിലനിന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. എല്ലാവരും ഏതാണ്ട് ഐക്യത്തോടുകൂടി സമത്വബോധത്തോടുകൂടി ഒരേപോലെ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു എന്ന് ആ ഓണസങ്കല്പം നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലാതിരുന്നിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് നമുക്കെപ്പോഴും താല്പര്യം. കാരണം എന്താ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും അത്തരൊരു കാലത്തെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അത്തരം ഒരു വിശ്വാസം നമുക്കതിനു വേണ്ട ശക്തി, അതിനു വേണ്ട കരുത്ത് നമുക്ക് പകർന്നു തരും. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അത്തരം ഒരു കാലം ഉണ്ടാവണം എന്നാണ്. മനുഷ്യരാകെ ഒരുമയോടെ കഴിയുന്ന ഒരു കാലമുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത്തരമൊരു കാലം, സമൃദ്ധിയോടെ നമുക്ക് കഴിയാൻ പറ്റുന്ന, സമഭാവനയിൽ നമുക്ക് കഴിയാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചു പോരുകയും ചെയ്യുന്നു. അത്തരം ഒരു കാലം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അത്തരം ഒരു കാലത്തെ ഭാവിയിൽ ഉയർത്തി എടുക്കാൻ വേണ്ട ശക്തി പകരും പണ്ട് ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്ന വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പ്രചോദനത്തിൻ്റെതായ അംശം ഈ ഓണ ആഘോഷങ്ങളിലുണ്ട് എന്ന്. അതേപോലെ തന്നെ ഇവിടെ പ്രകാശിതമാകുന്ന പുസ്തകത്തിന് ഹാർമണി എന്നൊരു പേരിട്ടത് വളരെ ഔചിത്യബോധത്തോടു കൂടിയാണ് എന്ന് പറയണം. ഹാർമണി എന്ന് പറയുന്നത് ഒരു രഞ്ജിപ്പാണ്, ശരിക്കും ഒരു ചേർച്ചയാണ്. ഒരു സ്വരവൈവിധ്യമുണ്ട് നമുക്ക്. ഈ സ്വരവൈവിധ്യമുണ്ടായിരിക്കുമ്പോഴും ഈ സ്വരങ്ങളുടെയൊക്കെ ഒരു ചേർച്ച, ഒരു പരസ്പര ആശ്രിതമായ ഒരു നിലനിൽപ്പ്, അതാണ് സംഗീതം ഉണ്ടാക്കുന്നത്, അതാണ് ഹാർമണി ഉണ്ടാക്കുന്നത്. ഹാർമണി ഇല്ലെങ്കിലോ പിന്നീട് കാക്കോഫോണിയാണുള്ളത്. കാക്കോഫോണി എന്ന് പറഞ്ഞാൽ അതിഘോര കഠിന ശബ്ദങ്ങൾ, ആ ശബ്ദങ്ങളുടെ ഒരു ക്രമരഹിതമായ വിന്യാസം, കാതടപ്പിക്കുന്ന വിന്യാസം, അതാണ് കാക്കോഫോണി. അത്തരം ഒരു കാക്കോഫോണി കൊണ്ട് സഹിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുക ഒരു ഹാർമണിയാണ്. ആ ഒരു ഹാർമണി ഉണ്ടാകണമെന്നുള്ളത് സത്യത്തിൽ നമ്മുടെയൊക്കെ നാടിൻ്റെ, നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ, നമ്മുടെയൊക്കെ കാലത്തിൻ്റെ വലിയൊരു പ്രാർത്ഥന കൂടിയായിരുന്നിട്ടുണ്ടെന്നും ഋഗ്വേദത്തിലെ ഒരു സൂക്തത്തിൽ പറയുന്നുണ്ട്. സംഗച്ഛത്വം സംവദത്വം സംഭവ മനാംശജാനതാം എന്നിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സംഗച്ഛത്വം, നിങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുക. സംവദത്വം, നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കുക. സംഭവം അനാംശജാനതാം സമാനോ മന്ത്രസമിതി സമാനി സമാനം മനസ്സഹ ചിത്തമേഷാം എന്നൊക്കെയുണ്ട്. അതായത് അതിൽ പറയുന്നത് നിങ്ങളുടെ മനസ്സുകളെല്ലാം ഐകരൂപ്യത്തോടെ രഞ്ജിപ്പോടെ വർത്തിക്കുന്ന രൂപത്തിലാവട്ടെ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവിനെ കുറിച്ച് പറയുന്നില്ല. വേർതിരിവുകൾക്കെല്ലാം അതീതമായിട്ട് മുഴുവൻ മനുഷ്യരുടെയും എല്ലാ മനസ്സുകളും അങ്ങനെ ഒരു ഹാർമണിയിൽ കഴിയട്ടെ, രഞ്ജിപ്പിൽ കഴിയട്ടെ എന്നാണ് പറയുന്നത്. ആ വിധത്തിലുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് TKM-ലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നത് അസ്വാഭാവികമായ കാര്യമല്ല. അവരുടെ ഒരു പൂർവ്വ സംസ്കൃതിയുണ്ട്, അവരുടെ പ്രവർത്തനത്തിൻ്റെതായ ഒരു പശ്ചാത്തലമുണ്ട്, പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ നിന്ന് അവർക്ക് ഊർന്നു കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ വിധത്തിലുള്ള ചിന്തകൾ. എല്ലാവരും ഒരുമിച്ച് കഴിയണം, എല്ലാവർക്കും ഒരുപോലെ ഉത്കർഷമുണ്ടാകണം എന്നൊക്കെയുള്ള ചിന്തകൾ. സംസ്കാരം എന്ന വാക്കിന് വളരെ ഹ്രസ്വമായൊരു നിർവചനമുണ്ട്. ആ നിർവചനം ഇതാണ്: കൺസേൺ ഫോർ ദി അതർ എന്നതാണത്. അവരനെക്കുറിച്ചുള്ള കരുതലാണ്. അവരനെക്കുറിച്ചുള്ള ഉത്കർഷത്തിൽ അവനോടൊപ്പം സന്തോഷിക്കുന്നതിനും അവൻ്റെ അപകർഷത്തിൽ, അവൻ്റെ ദുഃഖത്തിൽ, അവൻ്റെ വേദനയിൽ ആ ദുഃഖവും വേദനയും ഒക്കെ പങ്കിട്ടുകൊണ്ട് അവനോട് സഹതപിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്നതിനും കഴിയുന്ന സവിശേഷമായൊരു മാനസികാവസ്ഥയാണ് സംസ്കാരമെങ്കിൽ ആ സംസ്കാരത്തിൻ്റെ സാരസത്ത കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു കലാലയമായിരുന്നിട്ടുണ്ട് TKM, ഒരു പശ്ചാത്തലമായിരുന്നിട്ടുണ്ട് അവിടെ പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണീര് തുടയ്ക്കുക. നമ്മൾ ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നു. ആ സാംസ്കാരിക സമ്മേളനം നടത്തുന്ന സമ്മേളനത്തിന് വെന്യൂവിൻ്റെ തൊട്ട് പുറത്തായിട്ടൊരു അപകടമുണ്ടായി എന്നറിഞ്ഞാൽ ആ സമ്മേളനം നിർത്തിവെച്ചിട്ട് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ പോവുക എന്നുള്ളതാണ് സത്യത്തിൽ സംസ്കാരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി. അപ്പോൾ സാംസ്കാരിക സമ്മേളനം നടത്തുക അല്ല, അതിനും അപ്പുറത്ത് മറ്റുള്ളവരുടെ കണ്ണീര് തുടയ്ക്കുക, മറ്റുള്ളവരുടെ വേദനയിൽ വളരെ സൂത്തനിങ് ആയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിയുക, ഒരു സാന്ത്വന ഔഷധി ആയിട്ട് അവരുടെ മനസ്സുകളിലേക്ക് ചെന്നെത്താൻ കഴിയുക.
പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപരന് ഒരു 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 ആശ്വാസമാവുക, അവിടെയാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത് എന്നാണ് അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ വിധത്തിലുള്ള ഒരു സാംസ്കാരിക സത്ത TKMൻ്റെ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ മഹത്തായ ദീപശിഖകളിൽ നിന്ന് ചെറു കൈത്തിരികൾ കൊളുത്തിക്കൊണ്ട് നമ്മുടെ പുതിയ തലമുറകൾ മുമ്പോട്ട് തുറന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്ക് കൂടി വഴികാട്ടുന്ന വിധത്തിൽ TKM 60+ ഈ വിധത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് കാണുന്നതിലുള്ള സന്തോഷവും ചെറുതല്ല. നമ്മളുടെ ഈ ഓണാഘോഷ പരിപാടി അത് തീർച്ചയായും എല്ലാ വിധത്തിൽ ഉള്ള ചിന്തകളെയും ഉൾച്ചേർക്കുന്ന വിധത്തിൽ ഒന്നാവട്ടെ. ഇൻക്ലൂസീവ് എന്ന് പറയില്ലേ, ആ വിധത്തിൽ എല്ലാ ചിന്തകളെയും. നമുക്ക് വേർതിരിഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. വേർതിരിഞ്ഞ് പോയി നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയാലോ? അങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു കാലം നിലനിൽക്കുമ്പോൾ ആ കാലത്തിൽ ചേർന്ന് നിൽക്കുക. കോർത്ത കൈ അഴിക്കുക ദേവകൾക്കാകാം, ക്ലേശം അർഘചാരിയാം മർത്യൻ എന്തുള്ളു തുണ വേറെ എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. കോർത്ത കൈകൾ അഴിച്ച് എടുക്കുക എന്ന് പറയുന്നത് ദൈവങ്ങൾക്ക് കഴിയുമായിരിക്കും, കാരണം അവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ ക്ലേശമാർഗത്തിൽ സഞ്ചരിക്കേണ്ട മനുഷ്യന് ഇങ്ങനെ കോർത്ത കൈ അല്ലാതെ മറ്റെന്താണ് ഒരു സഹായമായി വരിക? അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാർമണി നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുവാനാണ് എനിക്ക് താല്പര്യം. ഈ വിധത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും എൻ്റെ ജീവിതത്തിലെ വലിയ ധന്യതകളിലൊന്നാണ്. എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു കലാലയമാണ്, ഒരു വിദ്യാലയമാണ്. ആ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വളരെ മിടുക്കരായിട്ടുള്ള പ്രതിഭാധനന്മാരായിട്ടുള്ള നിരവധി പേരെ എനിക്കറിയാം. അവരിലൂടെ ഈ വിദ്യാലയത്തെയും വിദ്യാലയത്തിൻ്റെ പശ്ചാത്തലത്തിലെയും ഒക്കെ പരിചയപ്പെടാൻ എനിക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ TKM 60+ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാകുന്നു. TKM 60+ഉം അതിൻ്റെ ഈ ഹാർമണി എന്ന ഫാമിലി ഓണം ബുള്ളറ്റിനും തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിൽ കൂടുതൽ പ്രകാശം പ്രസരിപ്പിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ സംഗച്ഛത്വം, ഒരുമിച്ച് നടക്കാനുള്ള, ഒരുമിച്ച് സംസാരിക്കാനുള്ള, മനസ്സുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ഓണത്തിൻ്റേതായ ശുഭകാമനകൾ മുഴുവൻ ആളുകൾക്കും നേരുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.